ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് രണ്ട് വാർത്തകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യവും ഒന്ന് വളരെയധികം സങ്കടം. വളരെയധികം സങ്കടം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള സങ്കടമല്ല, ഒരുതരം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സങ്കടമാണ്. എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പീരിയഡ് സെൽഫ് കെയർ റുട്ടീൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സങ്കടമുള്ള കാര്യം ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടെന്ന്. സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കംപ്ലീറ്റ്ലി മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്കതിന് താങ്ക്സ് പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് 4000 മണിക്കൂറൊക്കെ എൻ്റെ ചാനൽ കണ്ടിട്ട് മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. മാത്രമല്ല, ഒരു 3 to 4K സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ കുതിച്ചുയർന്ന് 18,500 എന്നുള്ള ലെവലിലേക്കൊക്കെ വന്നു. എന്തായാലും നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഇറ്റ്സ് പേയിങ് ഓഫ്. അത് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് മോണിറ്റൈസ്ഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോസിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ്. ആൻഡ് ദ സാഡ് തിങ് ഈസ്, ഞാൻ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്തതിൻ്റെ പേരിലല്ല എനിക്ക് സങ്കടം, പക്ഷേ എൻ്റെ ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ നൈറ്റ് വർക്ക് റുട്ടീൻ വീഡിയോസിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്ത് വർക്ക് റുട്ടീൻ ചെയ്യും, അത് കാണാൻ വേണ്ടി ഭയങ്കര ആൾക്കാരായിരുന്നു. പിന്നെ ഞാൻ മെഡിക്കൽ സ്ക്രൈബായിട്ടായിരുന്നല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാനൊക്കെ കൊടുക്കാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അതിനി ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരു സങ്കടം. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ. അപ്പോൾ എന്തിനാന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് വീഡിയോയിൽ വളരെയധികം വിശദമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇന്ന് ഞാനൊരു പീരീഡ് റുട്ടീൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്, സെൽഫ് കെയർ റുട്ടീൻ വീഡിയോ. എന്തിനാ ഞാൻ എല്ലാം കൂടി ഇവിടെ ഇരുന്ന് പറയണത്, നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സംസാരിക്കാമല്ലേ. ഞാനിതവിടെ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള, അതായത് ജെൻറ്റിലായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് ആണ് ചെയ്യുന്നത്. നമുക്ക് പീരീഡ്സ് ഡേയിൽ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാട്ടോ. പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡി ടൈപ്പിന് എങ്ങനത്തെയാണ് പറ്റുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതേ ചെയ്യാൻ പാടില്ല എന്നുള്ള സംഗതികളൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പീരീഡ്സ് ഡേ ആയാലും അല്ലെങ്കിലും. ബട്ട് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ ടയേർഡ് ആവാതെ സൂക്ഷിക്കുക. പീരീഡ്സ് ഡേയ്സിൽ മിക്കവരും മസിൽ ക്രാമ്പും പെയിനും അതേപോലെ തന്നെ ഡയറിയും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ആയിട്ടൊരു മൂലയിലായിരിക്കും. സോ നമ്മളോടൊക്കെ ഇങ്ങനെ മുതിർന്ന ആൾക്കാർ പറയാറുണ്ടല്ലേ, കുറച്ചൊക്കെ വേദന സഹിക്കണം, അങ്ങനെ മരുന്ന് കഴിക്കൊന്നും വേണ്ടെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്. എന്തിനാണ് വേദന സഹിക്കേണ്ട ഒരു കാര്യം? സോ എനിക്ക് ഫസ്റ്റ് ഡേയിലാണ് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ 2 മെഫ്താൽസ്പാസ് വിഴുങ്ങിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയായിട്ട് നിൽക്കുന്നത്. സോ സെക്കൻഡ് ഡേ തൊട്ട് എനിക്ക് അധികമായിട്ടുള്ള പെയിനോ ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം നിങ്ങളുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി മരുന്ന് എടുക്കുകയും അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മൈൽഡായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുകയും പെട്ടെന്ന് തന്നെ യൂട്രസിൽ നിന്ന് നമ്മുടെ ബ്ലഡൊക്കെ പുറത്തേക്ക് വന്ന് ബ്ലീഡിങ് കുറച്ചും കൂടെ സുഖമാവുകയും ചെയ്യും. സോ വെൻ ഐ ഡിസൈഡഡ് ടു ഡൂ ദിസ് വീഡിയോ, ഓക്കെ, ഒരു പീരീഡ് സെൽഫ് കെയർ റുട്ടീൻ വീഡിയോ ചെയ്യാം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ പിന്നെ അതന്നെ ഇങ്ങനെ ഒന്നുകൂടെ ആലോചിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഈ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കും? ടു ബി ഹോണസ്റ്റ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അറിയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ നാണക്കേടാവൂ? ആഫ്റ്റർ എ സെക്കൻഡ് ഈ ഞാൻ തന്നെയാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തന്നെ തോന്നി. ആ മൊമെൻറ്റിൽ ഐ ഡിസൈഡഡ് ടു ഷെയർ മൈ പീരീഡ് റുട്ടീൻ വിത്ത് യു. സോ റിമെമ്പർ, ടോക്കിംഗ് അബൌട്ട് യുവർ പീരീഡ് ഈസ് നോട്ട് ഷെയിംഫുൾ. ഇറ്റ്സ് ജസ്റ്റ് എ ബയോളജിക്കൽ പ്രോസസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് നമുക്കും ഒരു ബേബിക്ക് ബർത്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. എനിവേ, മൈ സെക്കൻഡ് പീരീഡ് സെൽഫ് കെയർ ടിപ്പ് ഇസ് മെഡിറ്റേഷൻ. ഇത് കംപ്ലീറ്റ്ലി സേഫാണ്, ബെനിഫിഷ്യലുമാണ് കേട്ടോ. പീരീഡ് ടൈമിൽ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൂഡ് സ്വിങ്സ്, ടെൻഷൻ, ആങ്കർ ഇഷ്യൂസ്, ആങ്സൈറ്റി. പ്രീമെൻസ്ട്രൽ ടെൻഷൻ്റെ പേരിൽ മരുന്ന് കഴിക്കണമെന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് മെഡിറ്റേഷൻ. Believe me, this is incredibly beneficial. You will definitely gonna feel motivated and energetic. So ഞാനിപ്പോൾ ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കിയിട്ടുള്ള ഒരു 5 minutes ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്.
അപ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിൽ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓവറോൾ ഇത് ജസ്റ്റ് ഒരു പീരീഡ് സെൽഫ് കെയർ റുട്ടീൻ വീഡിയോ മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് പീരീഡ്സ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ജോബൊക്കെ റിസൈൻ ചെയ്തിരിക്കുകയാണല്ലോ. സോ ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ അറ്റംപ്റ്റാണ് എൻ്റെ, അതായത് ടു ഫീൽ ഗുഡ് അബൌട്ട് മൈ സെൽഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്നെപ്പറ്റി എനിക്ക് തന്നെ ഒരു നല്ലത് തോന്നാനും എൻ്റെ ഒരു പുതിയ റുട്ടീൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടെത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സോ ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നൗ ദ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ്. ഇത് 1.5 നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് ഞാൻ കഴിക്കുന്നത്. പീരിയഡ് ഡേയ്സിൽ എന്തൊക്കെ കഴിക്കണമെന്ന് ചുമ്മാ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് അതൊക്കെ കഴിക്കാവോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഐ ഡോണ്ട് നോ. ഞാൻ കണ്ടിട്ടുണ്ട് സോ മെനി വിമൻസ് ആർ ക്രോണിക്കലി സഫറിങ് ഫ്രം ഫുഡ് ക്രേവിങ്സ്, എസ്പെഷ്യലി ചോക്ലേറ്റ്സ് ഡ്യൂറിങ് ദെയർ പീരീഡ്സ്. ബട്ട് എനിക്ക് മോസ്റ്റ്ലി ഒന്നും കഴിക്കാതിരിക്കാനാണ് തോന്നാറ്. എൻ്റെ അപ്പറ്റൈറ്റ് ഭയങ്കരമായിട്ട് കുറയാണ് ചെയ്യുക. ദാറ്റ്സ് വൈ ഐ എൻഡഡ് അപ്പ് വിത്ത് ദിസ് പുഴുങ്ങിയ പഴം. സോ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് കഴിക്കാം. ഒരുപാട് വെള്ളം കുടിക്കാം. ഒറ്റയടിക്ക് ഹ്യൂജ് മീൽ കഴിക്കുന്നതിന് പകരം സ്മോൾ പോർഷൻസ് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളിൽ ഭൂരിഭാഗം പേരും പീരീഡ് ഡേയ്സ് ബെഡിലാണല്ലേ സ്പെൻഡ് ചെയ്യുക. ഇറ്റ് ഫീൽസ് സോ ഗുഡ് അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ പീരീഡ് ഡേയ്സിൻ്റെ ഒരു 80% ഞാൻ ബെഡിൽ തന്നെ ആയിരിക്കും. സോ ഇൻ ദിസ് വീഡിയോ ഓൾസോ എൻ്റെ കട്ടിലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഷോർട്സ് ആയിരിക്കും നിങ്ങൾ കൂടുതലും കാണുന്നത്. നെവർ മൈൻഡ്. എനിവേ, നെക്സ്റ്റ് ഒരു ടിപ്പ്, അതായത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ വുഡ് ലവ് ടു ഷെയർ വിത്ത് യു ഓൾ ഇസ് ജേർണലിംഗ്. ജേർണലിംഗ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് റൈറ്റിംഗ് your feeling and your thoughts on a paper, book, diary or wherever you like. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ഡയറി എഴുത്തിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ ജേർണലിംഗ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നും ഡയറി എഴുതുമായിരുന്നു. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് നമുക്ക് പലരോടും തുറന്നു പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈ ഡയറിയിൽ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഡിജിറ്റൽ ഫോമിലുള്ള ജേർണലിംഗ് ആപ്പ് കിട്ടും. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ നമ്മളൊരു പേപ്പറും പേനയും എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് ഇതിനായിട്ട് കരുതി വെച്ച് അതിൽ ജേർണലിംഗ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വന്നാൽ ജേർണലിംഗ് ഈസ് ബെനിഫിഷ്യൽ, എല്ലാവർക്കും അറിയാം. പീരിയഡ് ടൈമിലുള്ള ജേർണലിംഗ് ഈസ് മോർ ബെനിഫിഷ്യൽ. ഇത് ബേസിക്കലി ഒരു മൈൻഡ് എക്സസൈസ് അല്ലേ? അപ്പോൾ പീരിയഡ് ഡേയ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ ഡേയ്സ് ആണ് ഇൻ വുമൻസ് ലൈഫ്. സോ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ ജേർണലിംഗ് ഞാൻ റീസെൻ്റായിട്ട് റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇന്ന് ഞാൻ പിൻട്രസ്റ്റിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 150 days ജേർണലിംഗ് ചലഞ്ച് കണ്ടു. ഐ ആം എക്സൈറ്റഡ് ടു ഡു ദിസ്. ഞാൻ ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സോളമൊക്കെ ജേർണലിംഗ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ജേർണലിംഗ് മാത്രമല്ല, ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ പ്ലാനറും യൂസ് ചെയ്തു. എൻ്റെ വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ ടിപ്സൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യാനല്ല, മറിച്ച് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് വെറുതെ സ്ട്രെസ് ചെയ്യേണ്ട. മറിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. ആൻഡ് ഞാൻ പിന്നെയും പറയുകയാണ്, പീരിയഡ് ഡേയ്സിൽ ഐ വിൽ സജസ്റ്റ് യു ടു ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ് ടു മച്ച്. വി ആർ ബ്ലീഡിങ് റൈറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ കിടന്നിട്ട് ചുമ്മാ ഇങ്ങനെ സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ചില കൺട്രീസിലൊക്കെ മെൻസ്ട്രൽ ലീവ്സ് പെർമിറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു പതിവില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് ടീ ടൈം. സോ ഞാനിവിടെ കപ്പ ചിപ്സും അതുപോലെ റസ്ക്കും കഴിക്കുന്നുണ്ട് ടീയുടെ കൂടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കഴിക്കാം, പക്ഷേ ഹ്യൂജ് പോർഷനായിട്ട് കഴിക്കാണ്ടിരിക്കുക. സ്മോൾ പോർഷൻ ആക്കിയിട്ട് അത് പയ്യെ കഴിക്കുക. ഇപ്പം നിങ്ങൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കാതെ കുറേശ്ശെ കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്ലോട്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐ ഫീൽ സ്ലൈറ്റ്ലി നോഷ്യസ്. ഇത് പീരീഡ്സ് ഡേയ്സിൽ എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ജീര റസ്ക്കാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും എന്ന് പറയുന്നത് പോലെ പീരീഡ്സ് ആയാലും അല്ലെങ്കിലും ചൂടുവെള്ളത്തിലൊരു കുളി നിർബന്ധമാണ്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ വാം വാട്ടർ കേട്ടോ.
ഫോർ മീ നത്തിങ് ഫീൽസ് ബെറ്റർ ദാൻ എ വാം വാട്ടർ ഷവർ. ചെറിയൊരു യെല്ലോ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ആസ്വദിച്ചൊരു കുളി. ഷേരി ഒരു കൈസഹായത്തിന് വന്നതാണെന്നാണ് തോന്നുന്നത്. ഞാൻ നൈസായിട്ട് ഇവനൊന്ന് പുറത്താക്കട്ടെ. ഈ ടിപ്പിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വാം വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബിക്കോസ് ഹോട്ട് വാട്ടർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വി ഓൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്കിൻ കെയർ അല്ലേ. സോ ഞാനിവിടെ യൂസ് ചെയ്യണത് നിവിയയുടെ ഫേസ് വാഷാണ്. അത് ഞാൻ കുളിക്കുന്ന സമയത്ത് തന്നെയായിട്ട് ഫേസ് വാഷ് ചെയ്തു. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. എൻ്റെതൊരു ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പാണ്. ഈ സ്കിൻ ടൈപ്പിന് അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. നിവിയയുടെ തന്നെ ഈ ഒരു ടൈപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ മോയ്സ്ചറൈസറായിട്ടാണ് യൂസ് ചെയ്യണത്. പീരീഡ്സ് ആയതുകൊണ്ട് മാത്രമല്ല, ബട്ട് ഇപ്പം ഭയങ്കര മഴക്കാലമാണ്. സോ സ്കിന്നൊക്കെ തണുപ്പടിച്ച് ഭയങ്കര ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് നല്ലപോലെ മോയ്സ്ചറൈസർ രാവിലെയും രാത്രിയും വാരി പൊത്തുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഖത്ത് പിമ്പിൾസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പീരീഡ്സിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, പീരീഡ് ടൈം ആകുമ്പോൾ നമ്മുടെ മുഖത്ത് ഓരോ പിമ്പിൾസും പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. സോ ആ ടൈമിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഹോർമോണിൻ്റെ റഷ് ഉണ്ടാവും. സോ പ്ലീസ് 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 ബി ജെൻറ്റിൽ വിത്ത് യുവർ സ്കിൻ. മാക്സിമം ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രൊഡക്ട്സും അതൊരു ന്യൂ പ്രൊഡക്ട്സും ഒന്നും നമ്മുടെ സ്കിന്നിൽ ട്രൈ ചെയ്യാണ്ടിരിക്കുക. ആസ് യു നോ, പീരീഡ് ടൈം ആകുമ്പോൾ നമ്മുടെ സ്കിൻസ് ആർ ഗെറ്റിംഗ് മോർ ഡ്രൈ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പീരീഡ് ടൈം ആകുമ്പോൾ സ്കിന്ന് കൂടുതലും ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുക. എപ്പോഴായാലും വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കംഫർട്ടബിൾ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ലൂസായിട്ടുള്ള ടീഷർട്ടും അതേപോലെ തന്നെ കുട്ടി നിക്കറുമാണ്. ഭയങ്കര എയറി ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും. സോ പീരീഡ് ഡേയ്സിലും ഞാൻ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. കംഫർട്ട് എന്ന് പറയുമ്പോൾ അത് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് യുവർ പീരീഡ്. ലൂസായിട്ടുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇറ്റ് വിൽ കീപ്പ് യു എയറി ആൻഡ് മോർ കംഫർട്ടബിൾ. നമ്മളിപ്പോൾ എത്ര പീരീഡ് സെൽഫ് കെയർ ടിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് 8 പീരീഡ് ഡേ സെൽഫ് കെയർ ടിപ്സ്. ഇനി ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. ദിസ് ഈസ് വൺ ഓഫ് മൈ അനദർ ഫേവറേറ്റ്, വിച്ച് ഇസ് വാച്ച് യുവർ ഫേവറേറ്റ് ഷോ. ഞാനിപ്പോൾ കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ എന്ന ചൈനീസ് ഡ്രാമയുടെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് എ ചൈനീസ് ഡ്രാമ, നോട്ട് എ കൊറിയൻ. എനിവേ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് കാണാൻ ഇപ്പോഴാണ് ഒരു മൂഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ഒക്കെ കണ്ട് ഞാൻ റിലാക്സ്ഡ് ആവുകയാണ്. നിങ്ങളും നിങ്ങളുടെ പീരീഡ് ഡേയിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോ ഒക്കെ കണ്ട് നല്ലപോലെ ചില്ല് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഗേൾസ്, ടോക്കിംഗ് അബൌട്ട് യുവർ പീരീഡ് ആർ നോട്ട് ഷെയിംഫുൾ. ഈവൻ എന്നെ കൊണ്ട് ഇത് കാണിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പീരീഡ് ഡേയിൽ എന്നെ കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. നിങ്ങളുടെ പീരീഡ് ഹാക്സ് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഗേൾസ്, ഹാപ്പി പീരീഡ്, സ്റ്റേ സേഫ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. ടേക്ക് കെയർ, ബൈ ബൈ.